അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുർ റഹ്മാനാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ആയത്ത് അർ റഹ്മാൻ. ആ ആയത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ പ്രധാനമായും സംസാരിച്ചത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തുകൾ പറയുന്നുണ്ട്. ഈ 3 ആയത്തുകളുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചു. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. അൽ ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ പടച്ചു, സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അവന് വിവരണശേഷി നൽകി, അല്ലെങ്കിൽ വിവരിക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ 3 അനുഗ്രഹങ്ങളെയാണ് അല്ലാഹു പ്രാഥമികമായി ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തേത് അല്ലാഹു അവനെ ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്. രണ്ടാമത്തേത് അവനെ തന്നെ പടച്ചു എന്നതാണ്. മൂന്നാമത്തേത് അവന് വിവരിക്കാനുള്ള, ഒന്നിനെ വിശദീകരിക്കാനുള്ള ഒരു ശക്തി, ശേഷി നൽകി എന്നതാണ്. ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒന്നാമതായി അല്ലാഹു പറയുന്നത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണല്ലോ. ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തിന് പഠിപ്പിച്ചു എന്നത് പ്രാഥമികമായൊരു ചോദ്യമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം വായിക്കാൻ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അനുബന്ധങ്ങളായ കുറേ കാര്യങ്ങൾ അതിനോടൊപ്പം വരും. വായിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തിനെ വായിക്കുവാൻ? നമ്മൾ വായിക്കുന്നത് അടിസ്ഥാനപരമായി അക്ഷരങ്ങളെയാണ്. അപ്പോൾ അവൻ അക്ഷരങ്ങളെ പഠിപ്പിച്ചു എന്നർത്ഥം വരും. അക്ഷരങ്ങൾ ചേർന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവൻ വാക്കുകളുടെ ഘടന പഠിപ്പിച്ചു എന്ന് ഉള്ള ഒരർത്ഥം നമുക്ക് ലഭിക്കുന്നു. വാക്കുകൾ വാക്കുകളായി രൂപപ്പെടുമ്പോൾ അതിന് അർത്ഥം ലഭിക്കുന്നു. അപ്പോൾ അർത്ഥം പഠിപ്പിച്ചു എന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള കഴിവ് നൽകി, അക്ഷരങ്ങളെ തിരിച്ചറിയാനും വിവേചിക്കാനുമുള്ള കഴിവ് നൽകി, വാക്കുകളെയും അതിൻ്റെ അർത്ഥങ്ങളെയും പഠിപ്പിക്കാനുള്ള കഴിവ് നൽകി, തുടങ്ങിയ അർത്ഥങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് ഈ ആയത്ത് നമ്മളെ കൊണ്ടുപോകുന്നു. ഇത് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരങ്ങൾ പഠിപ്പിച്ചത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കുകൾ പഠിപ്പിച്ചത്, വായിക്കാൻ പഠിപ്പിച്ചത്? അത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രയോഗവും പഠിപ്പിച്ചു എന്നത് ഇതേ ആശയത്തിൻ്റെ ഉള്ളിലുണ്ട്. എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, എവിടെയാണ്, എങ്ങനെയാണ് വാക്കുകൾ പ്രയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. അതിൻ്റെ രീതി എങ്ങനെയാണ്, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, അതിൻ്റെ സാഹചര്യം ഏതായിരിക്കണം, അങ്ങനെ പ്രയോഗിക്കാനുള്ള കഴിവ് എങ്ങനെയാണ് ആർജിക്കേണ്ടത്, ഇങ്ങനെ അല്ലമൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അത് കേവലം 2 വാക്കുകൾ മാത്രം ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു വാചകമാണ്. പക്ഷേ അതിന് ഉള്ളിൽ ഒരുപാട് വലിയ, നീണ്ട, പരന്നു കിടക്കുന്ന അർത്ഥങ്ങളുടെ ആശയമുണ്ട് എന്നാണ് നാം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സവിശേഷമായ ചിന്തകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചും നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുമുള്ള സംസാരമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം മനുഷ്യനെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ഏതാനും പ്രകൃതിയിലെ മൂലകങ്ങൾ ചേർന്നാണ്
മനുഷ്യ ശരീരം ഉണ്ടാകുന്നത്. അത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായി പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കത്തിൽ ആശയതലത്തിലേക്ക് എത്താൻ കഴിയുന്ന വിധം പറയാൻ കഴിയുക, B.A. ഹോവാർഡ് തൻ്റെ ദ പ്രോപ്പർ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്ന മനോഹരമായൊരു വിവരണമാണ്. അത് ഇങ്ങനെയാണ്: 10 ഗാലൻ കൊള്ളുന്ന ഒരു ബാരൽ നിറയാൻ ആവശ്യമായ വെള്ളം, ഇനഫ് ഫാറ്റ് ഫോർ 7 ബാർ സോപ്സ്, 7 ബാർ സോപ്പുകളെ അലിയിച്ചാൽ കിട്ടുന്ന അത്ര കൊഴുപ്പ്, കാർബൺ ഫോർ 9,000 ലീഡ് പെൻസിൽസ്, 9,000 പെൻസിലുകളുടെ ലെഡ് ഉണ്ടാക്കാൻ വേണ്ടിവരുന്ന അത്ര കാർബൺ, പിന്നെ 2,200 തീപ്പെട്ടിക്കമ്പുകളുടെ മുനയിൽ വെക്കാൻ മാത്രം മതിയാകുന്ന അത്ര ഫോസ്ഫറസ്, പിന്നെ ഒരു മീഡിയം സൈസ്ഡ് നെയിൽ, ഒരു മിതമായ ഒരാണിയുടെ വലുപ്പത്തിന് വേണ്ടിവരുന്ന അയൺ, ഇരുമ്പ്, മാത്രമല്ല ലൈം ഇനഫ് ടു വൈറ്റ് വാഷ് എ ചിക്കൻ കൂപ്പ്, അതായത് ഒരു കോഴിക്കൂട് വെള്ളപൂശാൻ ആവശ്യമായി വരുന്ന അത്ര കുമ്മായം, പിന്നെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഇതാണ് മനുഷ്യൻ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ വെള്ളവും ഈ കൊഴുപ്പും ഈ കാർബണും ഈ ഫോസ്ഫറസും ഈ ഇരുമ്പും ഈ ചുണ്ണാമ്പും പിന്നെ ഒരൽപ്പം മഗ്നീഷ്യവും അതിലേക്ക് ചേർക്കാനുള്ള സൾഫറും, ഇതെല്ലാം ചേർന്നാൽ ഒരു മനുഷ്യൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് മാത്രമല്ല, സത്യത്തിൽ ആധുനിക ശാസ്ത്രവും മനുഷ്യനെ പരിശോധിച്ച് മനുഷ്യൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നതും സത്യവൽക്കരിക്കുന്നതുമായ കാര്യം അത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞ മൂലകങ്ങളെയെല്ലാം ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ സമാഹരിച്ചത് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യനിൽ കുടികൊള്ളുന്ന ഘടകങ്ങളെക്കുറിച്ചാണ്. അതേസമയം ഈ ഘടകങ്ങൾക്ക് മുമ്പ് ഒരു പൂർവാവസ്ഥയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഈ വിവരണത്തിൽ പറയുന്നില്ല. മാത്രമല്ല, ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് നിന്നതിന് ശേഷം പിന്നെ ഇതിനാൽ ഉണ്ടാകുന്ന മനുഷ്യൻ ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് ശേഷികളുള്ള ഒരു വ്യക്തിയായി തീരുകയാണ്. അപ്പോൾ ഈ ഘടകങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും ഈ ശാസ്ത്രം പറയുന്നില്ല. അത് പറയുന്നത് മതങ്ങളാണ്. അവിടേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ഒരു ചിന്തയുടെ ലോകത്തെത്തിച്ചേരേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ അത്ഭുതങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മെ ധൈര്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. വ്യത്യസ്ത ഘടകങ്ങൾ സംഗമിച്ച ഒരു ശുക്ലത്തിൻ്റെ ബിന്ദുവിൽ നിന്ന് പരീക്ഷിക്കാനായി അവനെ നാം സൃഷ്ടിച്ചു. എന്നിട്ട് അവനെ നാം കേൾവിയും കാഴ്ചയുമുള്ളവനാക്കുകയും ചെയ്തു. അപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയത് ഒരു ശുക്ലത്തിൻ്റെ കണികയിൽ നിന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ മൂലകങ്ങളൊന്നുമായി അത് വളർന്നിട്ടുണ്ടായിരുന്നില്ല, വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നതിന് ശേഷം ഈ ശുക്ലബിന്ദുവിൽ നിന്ന് ബീജം വളർന്ന് അത് സമീഉം ബസീറുമായ ഒരു ശബ്ദം കേട്ടാൽ അതെവിടെ നിന്നാണ് കേട്ടത് എന്നും
എന്താണ് കേട്ടത് എന്നും പറയാൻ കഴിയുന്ന, ഒരു കാര്യം കണ്ടാൽ എന്താണ് കണ്ടത്, അതിൻ്റെ ആശയം എന്താണ് എന്നെല്ലാം പറയാൻ കഴിയുന്ന വിധത്തിലുള്ള സചേതനമായ ഒരു ജീവിതം ആക്കി ഈ മനുഷ്യ മൂലകങ്ങളെ മാറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നിശ്ചയം മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിക്കുകയും പിന്നീട് ശുക്ലമാക്കി ഒരു ഭദ്രസ്ഥാനത്ത് നിക്ഷേപിക്കുകയും ചെയ്തു. അനന്തരം ആ ശുക്ലത്തെ രക്തപിണ്ഡമായും അതിനെ മാംസപിണ്ഡമായും തുടർന്ന് അതിനെ അസ്ഥികൂടമായും രൂപപ്പെടുത്തി. അനന്തരം അത് മാംസം കൊണ്ട് ആവരണം ചെയ്തു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവന് അസ്തിത്വമേകി. ഈ വിവരണത്തിൽ നിന്നും നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നേരത്തെ ഹോവർ പറഞ്ഞതുപോലെ മനുഷ്യൻ വെള്ളവും കൊഴുപ്പും സൾഫറും അയണും ഫോസ്ഫറസും ലൈമും എല്ലാമാണ്, അവനിൽ കുടികൊള്ളുന്ന മൂലകങ്ങൾ അവയെല്ലാമാണ് എന്നത് ശാസ്ത്രീയമായി സമ്മതിച്ചാലും ബീജത്തിൻ്റെ തുള്ളിയെ പിന്നീട് രക്തമാക്കുകയും അതിനെ തന്നെ പിന്നീട് മാംസമാക്കുകയും പിന്നെ അതിനെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ അസ്ഥികളെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയൊരു പ്രക്രിയക്ക് നമ്മുടെ സൃഷ്ടിപ്പ് വിധേയമായി എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് ആ സൃഷ്ടിപ്പിൻ്റെ കാര്യം മാത്രമാണ്. ഇനി നമുക്ക് അല്ലാഹു തന്ന അവയവങ്ങൾ, നമുക്ക് അല്ലാഹു തന്ന ശേഷികൾ, ഇതെല്ലാം വിലമതിക്കാൻ കഴിയാത്തതാണ്. ഒരു കഥയിൽ പറയാറുണ്ട്, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു. ജീവിതത്തിൽ അയാൾക്ക് അത്രമാത്രം വലിയൊരു നൈരാശ്യം സംഭവിച്ചിരുന്നു. അയാളുടെ ഈ ത്വര കണ്ട് പിന്നാലെ വന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തായിരുന്നാലും ജീവൻ ഒടുക്കാൻ പോവുകയാണല്ലോ, ഞാൻ അതിനു മുമ്പ് താങ്കളോടൊരു കാര്യം ചോദിക്കട്ടെ. താങ്കളുടെ ഈ മനോഹരമായ കണ്ണുകൾ ഏതായിരുന്നാലും താങ്കൾ ആത്മഹത്യ ചെയ്യുന്നതോടുകൂടെ ഈ കണ്ണുകൾ ഉപകാരപ്രദമല്ലാതെയായി തീരുകയല്ലേ, നശിച്ചു പോവുകയല്ലേ? അതുകൊണ്ട് ഈ കണ്ണുകൾ അതിനു മുമ്പായി എനിക്ക് തന്നുകൂടെ? വെറുതെ വേണ്ട, ഒരു കണ്ണിന് 50,000 രൂപ വിലയായി ഞാൻ തരാം. 2 കണ്ണും തരാൻ താങ്കൾ തയ്യാറാണ് എങ്കിൽ തീർച്ചയായും 1,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തരാം. നിങ്ങൾ ഏതായാലും മരിക്കാൻ പോവുകയാണല്ലോ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരവയവം കൊണ്ടും നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളുടെ ശരീരത്തിലെ കിഡ്നികൾ അത് എനിക്ക് തരാൻ കഴിയുമോ താങ്കൾക്ക്? ഞാനതിന് 10,00,000 രൂപ വിലയായി തരാം. ഡോക്ടർ പിന്നെയും ചോദിച്ചു, പല അവയവങ്ങളും, അതിൻ്റെ വില നൽകാമെന്ന് അദ്ദേഹം സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യൻ ചിന്തിച്ചത്, എൻ്റെ ശരീരത്തിൽ, എൻ്റെ അവയവങ്ങളിൽ ഇത്രമേൽ വില കൂടിയ ഒരുപാട് ഘടകങ്ങൾ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ആത്മഹത്യയ്ക്ക് വേണ്ടി കയറെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഈ ചെറിയ ഒരു വേദന, അതിനെ ഞാൻ എന്തിനാണ് വലിയൊരു വിഷയമായി എടുക്കുന്നത് എന്നയാൾ ചിന്തിക്കുകയും അല്ലാഹു തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നതാണ് ആ കഥ. അപ്പോൾ
ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചു എന്നല്ലാഹു പറയുമ്പോൾ, എന്ന് അള്ളാഹു ഉണർത്തുമ്പോൾ 2 വാക്കുകളേ ഉള്ളൂ. കേവലം 2 വാക്കുകൾ ചേർന്നുണ്ടായ ഒരു വാചകം. പക്ഷേ അതിനേക്കാൾ അധികം ആഴമുള്ള അർത്ഥമുണ്ട്. നമ്മുടെ ശരീരം, ശരീരത്തിലെ ഘടകങ്ങൾ, അവയവങ്ങൾ, അവയുടെ പ്രവർത്തനം, മാത്രമല്ല അവയുടെ ഓരോന്നിൻ്റെയും നിയന്ത്രണം, അവ ഓരോന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ പുലർത്തുന്ന സ്വാധീനം, അങ്ങനെ ഒരുപാട് വലിയ അർത്ഥങ്ങളിലേക്കാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ പടച്ചു. ഒരുപക്ഷെ ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഈ കൊച്ചു വചനം മാത്രം മതിയാകും അവൻ്റെ മനസ്സും ചിന്തയും തുറക്കുവാൻ. കാരണം മനുഷ്യനെ അവൻ പടച്ചു എന്ന് പറയുമ്പോൾ ഈ പടക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും, അവൻ്റെ ഓരോ അവയവത്തിലും കുടികൊള്ളുന്ന കഴിവുകളും, ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇത്രയും വ്യതിരിക്തതയുള്ള, സവിശേഷതയുള്ള ഇത്തരം ശേഷികളെയും അവയവങ്ങളെയും എല്ലാം നൽകിയത് ആരാണ്, ആരെങ്കിലും ആയിരിക്കേണ്ടേ എന്നൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ അവർക്കത് വലിയ പ്രചോദനമാകും. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് അവനെ ബയാൻ പഠിപ്പിച്ചതാണ്. ബയാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ഒരാശയം അത് നിങ്ങളോട് പറയാൻ കഴിയുക എന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും മഹത്തായ ഒരു ശേഷിയാണ് സംസാരശേഷി എന്നത്. പ്രവിശാലമായ ജന്തു കുടുംബത്തിൽ മനുഷ്യനല്ലാത്ത മറ്റാർക്കും സംസാരശേഷിയില്ല എന്നതാണ് സത്യവും അനുഭവവും. മനുഷ്യന് മാത്രം നൽകിയ ഈ സംസാരശേഷി, വിവരിക്കാനുള്ള ശേഷി, ആദ്യം അതിനെക്കുറിച്ചുള്ള ചിന്ത ആരംഭിക്കേണ്ടത് സംസാരശേഷിയാണ്. അത് വല്ലാത്ത ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രധാനമായും എൻ്റെ നാവ് ചില പ്രത്യേകമായ ചലനങ്ങൾക്ക് വിധേയമാകുന്നു. ചിലപ്പോൾ താഴോട്ട് പിടിക്കുന്നു, ചിലപ്പോൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു, ചിലപ്പോൾ ഒരരികിലേക്ക് ചേർത്ത് വെക്കുന്നു, ചിലപ്പോൾ മറ്റേ അരികിൽ ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നു, ചിലപ്പോൾ എൻ്റെ വായയുടെ അന്തർഭാഗത്തെ ഞാൻ സങ്കോചിപ്പിക്കുന്നു, ചിലപ്പോൾ ഞാൻ വികസിപ്പിക്കുന്നു. അതോടൊപ്പം ഞാൻ അകത്ത് നിന്ന് ശക്തമായി ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണല്ലോ നടക്കുന്നത്. നമ്മുടെ വായയുടെ ആന്തരിക ഭാഗങ്ങൾ നാം ചലിപ്പിക്കുന്നു, പ്രത്യേക ദിശയിൽ പ്രത്യേക രൂപത്തിൽ ചലിപ്പിക്കുന്നു. ഒപ്പം നാം അകത്ത് നിന്ന് സാധാരണ ഉച്ഛ്വസിക്കുന്നത് പോലെ ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ആ അക്ഷരങ്ങൾ വെറും ശബ്ദങ്ങളല്ല, അവ അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ശബ്ദത്തിന് ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ അത് അക്ഷരമായി മാറുകയാണ്. ആ അക്ഷരം ആയി മാറുക മാത്രമല്ല, അത് താങ്കൾക്ക് മനസ്സിലാകുന്നു, താങ്കൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്നു, താങ്കളോട് ഒരു കാര്യം കൺവേ ചെയ്യാൻ അതിന് കഴിയുന്നു. അതുമാത്രമല്ല, മലയാളിയായ ഒരാൾ സംസാരിക്കുമ്പോൾ, അതായത് തൻ്റെ വായ കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, അയാളുടെ വായിൽ നിന്ന് മലയാളത്തിലെ അക്ഷരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആ വിധത്തിൽ ഏതാണ്ട് 7000-ഓളം ഭാഷകൾ, സജീവമായ ഭാഷകൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇപ്പോൾ ഉണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ഓരോ മനുഷ്യനും നേരത്തെ പറഞ്ഞ വായ കൊണ്ടുള്ള ഈ അഭ്യാസം ചെയ്യുമ്പോൾ അവൻ്റെ കൾച്ചറിലുള്ള, അവൻ്റെ പ്രദേശത്തുള്ള പ്രാദേശികമായ ഭാഷയിലെ അക്ഷരങ്ങളായി മാറുന്നു എന്നൊക്കെ പറയുന്നത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖ്തിലാഫു അൽസിനതിക്കും
വലിയ ഒരു ആയത്തായി, വലിയ ഒരു അത്ഭുതമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1, ഖുർആൻ പഠിപ്പിച്ചു. 2, മനുഷ്യനെ പടച്ചു. 3, സംസാരം പഠിപ്പിച്ചു. ഈ 3ഉം ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചത് നമ്മളല്ല, മുസ്ഹഫ് അച്ചടിച്ചവരല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമല്ല, വഹി എഴുതിയിരുന്ന സ്വഹാബിമാരുമല്ല, മറിച്ച് അള്ളാഹു തന്നെയാണ്. അതാദ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഒന്നാമതായി പറഞ്ഞത് അള്ളാഹുവാണ്. രണ്ടാമത്തേതിനെ രണ്ടാമതായി പറഞ്ഞത് അള്ളാഹുവാണ്. മൂന്നാമത്തേതിനെ മൂന്നാമതായി പറഞ്ഞതും അള്ളാഹുവാണ്. എന്തിനാണ് ഈ ക്രമം? അള്ളാഹു തന്നതാണ്, അള്ളാഹു പറഞ്ഞതാണ്, നമുക്ക് മാറ്റാൻ കഴിയാത്തതാണ് എന്നൊക്കെയുള്ള സൂചനയോടുകൂടെയുള്ള ഇങ്ങനൊരാമുഖം പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അത് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുവരേക്കും അസ്തൗദിഉകുമുല്ലാഹ ദീനക്കും അമാനാത്തിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.